ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കാണ് കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു ലേസി ഡേ ആയിരുന്നു ഇന്ന്. അതാണ് നിങ്ങളുടെ മുന്നോട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ ഓക്കെ അല്ലാണ്ടിരിക്കും. പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത് ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല എന്താ പറയുക, ഹൈ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചത്. ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എൻ്റെ ഉറക്കക്ഷീണം തീരെ മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലാക്കിയതിന് ശേഷം പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് പതുക്കെ പതുക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ കറ്റാർവാഴ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി അത് പ്രോപ്പറായിട്ട് മണ്ണൊക്കെ നിറച്ച് ഇടണം. ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിലും പല കാര്യങ്ങളും പല സമയങ്ങളിലും ഓടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇന്നെന്തോ മനസ്സിന് ഒട്ടും ഓക്കെയല്ല കേട്ടോ. ഭയങ്കര എന്തോ മിസ്സിങ് ആണോ അതോ കരച്ചിൽ വരികയാണോ അതോ എന്താ പറയുക, ഒരു ബ്ലാങ്ക് ആയൊരു ഫീലിംഗ്, എന്തൊക്കെയോ ഇങ്ങനെ മാഞ്ഞു മറയുന്ന പോലെ എനിക്ക് തോന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇപ്പോൾ നമ്മുടെ UAE-ലാവുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സോ ഗ്യാങ്ങോ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് സൗണ്ടൊക്കെ വോയിസൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ തന്നെ മൈൻഡ് കുറച്ച് മാറും. കുറച്ച് തുണി ഇട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം എനിക്ക് ഇച്ചിരി കഫക്കെട്ടുണ്ട്. അപ്പോൾ ഈ കഫക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായി കഫക്കെട്ട് ഇങ്ങനെ മാറുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വാങ്ങാനുള്ള പോക്കാണ്. നട്ടുച്ചയാണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ചുറ്റുപാടും തണുപ്പായല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലൈമറ്റിൻ്റെ മാറ്റങ്ങളുണ്ട് ചുറ്റും. അപ്പോൾ പിന്നെ തുണി കുറച്ചൊക്കെ വിരിച്ചിട്ടതിന് ശേഷം നേരെ അങ്ങോട്ട് പോയി എന്തായാലും അത് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എന്നാലും അത് കൈയോടെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ വാങ്ങാമെന്ന് വെച്ചാണ്. പിന്നെ അത് വേണ്ട നാളെ വാങ്ങാം എന്നിങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. ഈ നവംബർ, ഡിസംബർ, ജനുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകാശം കാണാൻ നല്ല രസമായിട്ടാണ്. ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വയ്ക്കാറുണ്ട്. പിന്നെ ഇവിടെ ചുറ്റുപാടും കാണാൻ നല്ലതാട്ടോ. കാരണം ഈ ഒരു ഏരിയ അങ്ങനത്തെയാണ്. ഭയങ്കര സൈലൻ്റായിട്ട് കാമായിട്ടുള്ളൊരു പ്ലേസാണ്. കൂടുതൽ ഇവിടെ ഫാമിലീസാണ് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, ശനിയാഴ്ചയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും പുറത്തിറങ്ങി നടക്കണമൊന്നുമില്ല. അതായത് കുറേ പേർക്ക് ഓഫ് ശനിയാഴ്ചയാണ്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു വന്നു. ഇനിയിപ്പോൾ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടത് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടണം. ഞാൻ എപ്പോഴും മറക്കുന്നതും മടിയുള്ളൊരു സംഭവമാണിത്. അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചത്. ഒരുപാടൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് അങ്ങനെ ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ ചൂടാണെങ്കിലും ഇപ്പോൾ ചൂടാണ്, ഉച്ച സമയമാണ്. പക്ഷെ പുറത്തൊക്കെ നിൽക്കാൻ നല്ല സുഖമാണ് തണുപ്പായതുകൊണ്ട്. പക്ഷേ ഈ കഫക്കെട്ട് തീരെ മാറുന്നില്ല. അതാണ്. മരുന്ന് വാങ്ങിച്ച് വന്ന് അത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള തുണികൾ ഞാൻ വിരിക്കാനിടാണ്. റൂമിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു സ്പേസ് ഉള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വിട്ട് പോകാനും തോന്നില്ല. നല്ല രസമാണ് ബാക്കിൽ ഇങ്ങനെ അതുള്ളതുകൊണ്ട്. പിന്നെ ചൂട് സമയത്താണ് പിന്നെയും നമ്മൾ തുറക്കാനായിട്ട് ഇച്ചിരി മടി പിടിക്കാം. എന്നാലും മാക്സിമം തുറന്നിടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചൂടാകുമ്പോൾ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അത്രയ്ക്ക് ഈ സീനില്ല. പൊതുവേ എൻ്റെ കൂടുതൽ സമയങ്ങളും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ബാക്ക് സൈഡിലാണ്. ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കും, ഇവിടെ വന്നിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും, ഇവിടെ വന്നിരുന്ന് പാട്ട് കേൾക്കും. എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കൂടുതൽ എന്തെങ്കിലും പഠിക്കാൻ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യാറ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം. ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴും നിങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ആ മൂഡ് ഔട്ടും ആ ബ്ലാങ്ക് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ കുറഞ്ഞ് വരാൻ കേട്ടോ. എന്തായാലും ഹീലിങ്ങിൻ്റെ ഒക്കെ ഒരു പവർ. അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചത്. ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി വേണ്ട ബിരിയാണി വാങ്ങിക്കാമെന്ന്. അങ്ങനെ ബിരിയാണി കഴിച്ചു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്താ പറയുക, വയറങ്ങോട്ട് നിറഞ്ഞു. രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ഒക്കെ അങ്ങോട്ടായിട്ട് നല്ല രീതിയിൽ വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് കുടിക്കാമെന്നാണ് തൽക്കാലം വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ക്ലൈമറ്റൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞൊരു 5:30 ആവണുള്ളൂ. പക്ഷെ നല്ല ഇരുട്ടായി വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഈ ആകാശത്തിനോട് വലിയൊരു ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജിഞ്ചർ ടീ ആണ് വാങ്ങിച്ചത് വിത്തൗട്ട്. കരക്ക് ടീ ആണുള്ളത്. അല്ലാണ്ട് അതിലെപ്പോഴും ഷുഗർ ആഡഡ് ആയിരിക്കും. എനിക്ക് ഷുഗർ ഉള്ളത് കുടിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഷുഗർ
കഴിക്കാറേ ഇല്ല കേട്ടോ. ഡയറ്റ് എടുത്തപ്പോൾ തൊട്ട് തുടങ്ങിയ ശീലമാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഡയറ്റ് അല്ല, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലും ഞാൻ ഷുഗർ കഴിക്കാറില്ല. ഷുഗർ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ഷുഗറുള്ള എന്തെങ്കിലും തന്നാൽ ഞാൻ കഴിച്ചാലായി, അല്ലാതെ ഞാൻ ഷുഗർ കഴിക്കാറില്ല കേട്ടോ. ഈ കഫുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജിഞ്ചർ ടീ വാങ്ങിച്ച് കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊടിയാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കിന്ന് വല്ലാത്തൊരു ദിവസമാണെങ്കിലും രാത്രി ആവും തോറും മൈൻഡ് ഭയങ്കര സമാധാനത്തോടെ പോകുമായിരുന്നു കേട്ടോ. അതല്ലെങ്കിലും രാവിലെ അങ്ങനെയാണ്. രാവിലെ ആകുമ്പോൾ ഭയങ്കര നമുക്കെല്ലാവർക്കും ഇച്ചിരി ആങ്സൈറ്റിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചൊരു ടെൻഷനൊക്കെ വരാറില്ലേ? എനിക്ക് അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ? പൊതുവേ അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഹെവി ഫുഡിങ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് രാത്രി കഴിക്കണോ എന്നൊക്കെ ആലോചിച്ചു. പൊതുവേ ഇവിടെയൊക്കെ ശനിയാഴ്ചയാകുമ്പോൾ എല്ലാവരും പുറത്ത് പോകുമല്ലോ. അങ്ങനെ ഇരുന്നിരുന്ന് ആ ആലോചനയ്ക്ക് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് KFC കഴിച്ചാലോ എന്നൊരു പൂതി. കുറേ മാസങ്ങളായിട്ടോ KFC കഴിച്ചിട്ട്. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ ഇത്തിരി അധികം നടക്കാനുണ്ട്. അങ്ങനെ നടന്നിട്ട് അവിടെ എത്തി. നടക്കുമ്പോഴേക്ക് നമ്മുടെ വയറൊന്ന് സെറ്റ് ആവുമല്ലോ. അങ്ങനെ അവിടെ എത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പൊതുവേ തണുപ്പുമായി, വീക്കെൻഡും ആണ്. ഈ വീഡിയോ എടുപ്പും പിന്നെ കുറച്ചധികം ഭക്ഷണം കഴിക്കലായിരുന്നു ഇന്നത്തെ എൻ്റെ സന്തോഷം. ഇടയ്ക്ക് ഇങ്ങനെയും സന്തോഷിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് പോയി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ബൈ.